വാർത്താസന്ധ്യ വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ലൈംഗികാരോപണ വിവാദത്തിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തേക്കില്ല. സമ്മേളനത്തിൽ പങ്കെടുത്താൽ തിരിച്ചടിയായേക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെ അറിയിച്ചു. സഭയ്ക്കുള്ളിൽ രാഹുലിന് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കുമെന്ന് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. രാഹുൽ വിഷയത്തിൽ പ്രതിരോധത്തിലായത് സർക്കാരാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതിൽ സസ്പെൻസ് തുടരുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുത്താൽ തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ. ഇക്കാര്യം അടുപ്പമുള്ള നേതാക്കൾ രാഹുലിനെ അറിയിച്ചു. പാർട്ടിയെ പ്രതിരോധത്തിലാക്കില്ലെന്ന നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പു നൽകി. രാഹുൽ വിഷയം സഭയിൽ ഉന്നയിച്ചാൽ ഭരണപക്ഷത്തെ പീഡനക്കേസ് പ്രതികൾക്കെതിരെയുള്ള എഫ്ഐആർ വായിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെയോ പാർലമെന്ററി പാർട്ടിയുടെയോ ഭാഗമല്ല ആണല്ലോ. ഞങ്ങൾ അഭിമാനത്തോടുകൂടി ഇക്കാര്യത്തിൽ തല ഉയർത്തി നിൽക്കുമ്പോൾ തല കുനിച്ച് പിണറായി വിജയനെ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും. കാരണം അവരുടെ കൂട്ടത്തിൽ റേപ്പ് കേസിലെ പ്രതികരിക്കുക. രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തെന്ന് അറിയിച്ച പ്രതിപക്ഷത്തിന്റെ കത്ത് ലഭിച്ചെന്ന് സ്പീക്കർ എൻ ഷംസീർ. രാഹുലിന് നിയമസഭയിൽ വരുന്നതിന് തടസ്സമില്ല. പ്രതിപക്ഷത്തിന്റെ കത്ത് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തെ പ്രതിപക്ഷ ബ്ലോക്കിൽ നിന്ന് മാറ്റിയിരുത്തിക്കണമെന്നാണ്. അതിനിടെ സൈബർ അണികൾക്കിടയിലും വിഷയത്തിൽ പോര് തുടരുകയാണ്. ആരോപണങ്ങളിൽ വ്യക്തത വരുത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയാൽ മതിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. രാഹുൽ പാലക്കാട് MLA ആണെന്നാണ് അനുകൂലികളുടെ മറുപടി. 24 തിരുവനന്തപുരം. നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനം രാഷ്ട്രീയ വിവാദം കൊണ്ട് സജീവമാകും. പോലീസ് അതിക്രമങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കൊണ്ട് നിയമസഭയിൽ മറുപടി പറയിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു. അയ്യപ്പ സംഗമം, വന്യജീവികളെ വെടിവെച്ചു കൊല്ലുന്ന ഭേദഗതി ബിൽ തുടങ്ങിയവ ഈ സഭാ സമ്മേളനത്തിൽ ചർച്ചയാകും. സാധാരണഗതിയിൽ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലാണ് വിഷയങ്ങൾ കൂടുതലായി ഉണ്ടാവുക. ഇത്തവണ പക്ഷേ അങ്ങനെയല്ല. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ വടികളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഭരണപക്ഷത്തിന്റെ തുറുപ്പുചീട്ട്. പോലീസിനെതിരെ ഉയർന്ന പരാതികൾ ഉയർത്തിക്കാട്ടി നിയമസഭയിൽ സർക്കാരിനെ പ്രതിപക്ഷം കടന്നാക്രമിക്കും. നിരവധി കേസുകൾ കേരളത്തിലെ പുറത്തു വരികയാണ്. മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പോലീസിന്റെ ചുമതലയുള്ള മന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. ഞങ്ങൾ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും മറുപടിയില്ല. ആ മുഖ്യമന്ത്രിയെ കൊണ്ട് ഞങ്ങൾ നിയമസഭയിൽ ഉറപ്പായി ഇതിന് മറുപടി പറയിപ്പിക്കും. പോലീസ് അതിക്രമങ്ങളെ ന്യായീകരിക്കില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ പ്രതികരിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അയ്യപ്പ സംഗമവും തൃശൂരിലെ ശബ്ദരേഖാ വിവാദവും സഭയിൽ ചർച്ചയാകും. അക്രമകാരികളായ വന്യജീവികളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിടുന്ന നിയമഭേദഗതി ബില്ലടക്കം പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങൾ സഭയിലെത്തുന്നുണ്ട്. മനുഷ്യന് സംരക്ഷണം ഉറപ്പാക്കാനാണ് പുതിയ നിയമഭേദഗതിയെന്ന് വനം മന്ത്രി AK ശശീന്ദ്രനും പ്രതികരിച്ചു. ഒക്ടോബർ 10 വരെ 3 സെഷനുകളിലായി 12 ദിവസമാണ് സഭ ചേരുക. 24 തിരുവനന്തപുരം. നാടിനെ ഞെട്ടിച്ച് പത്തനംതിട്ടയിൽ യുവദമ്പതികളുടെ ക്രൂരത. കോയിപ്രം ആന്താലി മണ്ണിൽ പകവീട്ടാൻ 2 യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി അതിക്രൂരമായി മർദ്ദിച്ചു. കെട്ടിത്തൂക്കി സ്വകാര്യ ഭാഗങ്ങളിൽ സ്റ്റേപ്ലർ അടിച്ചും നഖത്തിനടിയിൽ മുട്ടുസൂചി കുത്തിയിറക്കിയുമായിരുന്നു പീഡനമെന്ന് യുവാക്കൾ പറഞ്ഞു. സംഭവത്തിൽ ചരൽക്കുന്ന് സ്വദേശികളായ ജയേഷ്, രശ്മി എന്നിവർ അറസ്റ്റിലായി. രശ്മിയുമായി യുവാക്കൾ സെക്സ് ചാറ്റ് നടത്തിയതിലെ വൈരാഗ്യമാണ് മർദ്ദനത്തിന് പിന്നിൽ എന്നാണ് വിവരം. ആലപ്പുഴ റാന്നി സ്വദേശികളും അടുത്ത ബന്ധുക്കളുമായ യുവാക്കളാണ് ഈ മാസം ആദ്യം വെവ്വേറെ ദിവസങ്ങളിൽ യുവദമ്പതികളുടെ ക്രൂരതകൾക്കിരയായത്. സൗഹൃദം നടിച്ച് യുവാക്കളെ വീട്ടിലെത്തിച്ചായിരുന്നു ക്രൂരമർദ്ദനം. വീട്ടിലെത്തിച്ച ശേഷം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടും പോലെ അഭിനയിക്കാൻ ജയേഷ് നിർബന്ധിച്ചു. ഈ രംഗങ്ങൾ ചിത്രീകരിച്ച് ഫോണിൽ സൂക്ഷിച്ചു. പിന്നീട് കയർ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി. വാമൂടി ക്രൂരമർദ്ദനം. സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ സ്റ്റേപ്ലർ അടിച്ചു. മുളക് സ്പ്രേ പ്രയോഗം. നഖത്തിനിടയിൽ മുട്ടുസൂചി കയറ്റി. ഓണത്തിന്റെ 4 മണിയായിട്ടാണ് ഇവിടെ ഞാൻ പോകുന്നത്. കഴിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ചേച്ചി എന്താ പറയാ ഈ പെപ്പർ സ്പ്രേയും വേറെന്തോ കൂട്ടിയിട്ട് മുഖത്തടിച്ചിട്ട് പെട്ടെന്നൊരു മർദ്ദനം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. തുടർന്ന് രശ്മി ഒരു ഷാളെടുത്തുകൊണ്ട് വന്നിട്ട് കൈ കെട്ടി കയറും കൂടെ കൂട്ടിക്കേട്ടി എന്നെ കെട്ടി തൂക്കി. പെപ്പർ സ്പ്രേയുടെ അടിച്ചാൽ നമുക്ക് എന്താ കുറ്റം സംഭവിക്കുന്നത് എനിക്കൊന്നും പിടുത്തം കിട്ടിയില്ല. ഇരു യുവാക്കളും രശ്മിയുമായി സെക്സ് ചാറ്റ് ചെയ്തിരുന്നെന്നാണ് വിവരം. ഇത് ജയേഷ് മനസ്സിലാക്കി. പിന്നീട് ദമ്പതികൾ യുവാക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. റോഡിൽ ഉപേക്ഷിച്ച റാന്നി സ്വദേശിയെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ആശുപത്രിയിലെത്തിച്ചത്. നാണക്കേട് കാരണം എന്താണ് സംഭവിച്ചതെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞില്ല. സംശയം തോന്നി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ദമ്പതികൾ പിടിയിലായത്. കൂടുതൽ പേരെ പീഡനത്തിന് ഇരയാക്കിയോ എന്നും ആഭിചാരക്രിയകൾ ചെയ്തോ എന്നും പരിശോധിക്കും. ജസ്റ്റ് സീൻ വിസിറ്റ് ചെയ്തു. സീനിലെല്ലാം ഒന്ന് ഗാർഡ് ചെയ്യുക. ബാക്കി നടപടികളിലേക്ക് പോകുന്നുണ്ട്. ആറന്മുളയിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത കേസുമായിട്ട് ബന്ധപ്പെട്ടവർ അവരുടെ നടപടികൾ ഉണ്ട്. ആ നടപടികൾക്ക് ശേഷം കോയിപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. ആലപ്പുഴ സ്വദേശിയുടെ ഐഫോണും റാന്നി സ്വദേശിയുടെ പണവും മോഷ്ടിച്ചു. ജയേഷിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. AV ജയശങ്കർ, 24 ആലപ്പുഴ.
ഏഷ്യ കപ്പിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ ആവേശ പോരാട്ടം. ഇന്ത്യ പാകിസ്ഥാൻ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് പ്രേമികൾ. രാത്രി 8-ന് ദുബായിലാണ് മത്സരം. ലോക ക്രിക്കറ്റിലെ എൽ ക്ലാസിക്കോ, കളിയും കാര്യവും കലങ്ങിമറിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് പോരാട്ടത്തിന്റെ പുതിയൊരു പതിപ്പിന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ന് കളമൊരുങ്ങും. ആദ്യ മത്സരം ജയിച്ചാണ് ഏഷ്യ കപ്പിൽ ഇരുവരുടെയും തുടക്കം. ആതിഥേയരായ UAE വെറും 57 റൺസിന് എറിഞ്ഞിട്ട് 9 വിക്കറ്റിന്റെ തകർപ്പൻ ജയം നേടി ടീം ഇന്ത്യ. ഒമാനെതിരെ പാകിസ്ഥാന്റെ ജയം 93 റൺസിന്. ലോക ചാമ്പ്യന്മാരും ഏഷ്യൻ ചാമ്പ്യന്മാരുമായ ടീം ഇന്ത്യ കണക്കിലും കരുത്തിലുമെല്ലാം പാകിസ്ഥാനെതിരെ ബഹുദൂരം മുന്നിൽ. യുവാവേശവും പരിചയസമ്പത്തും ഒരുപോലെ കണ്ണുചേർന്ന ബാറ്റിംഗ് നിരയും ജസ്പ്രീത് ബുംറ എന്ന തീപ്പൊരി പേസറും വൈഡ് വെറൈറ്റി ഓഫ് സ്പിന്നേഴ്സുമെല്ലാം ഇന്ത്യക്ക് മാത്രം സ്വന്തം. ക്യാപ്റ്റൻ സൽമാൻ അലി ആഗയും മുഹമ്മദ് ഹാരിസും നയിക്കുന്ന ബാറ്റിംഗ് നിരയിലും ഷഹീൻ ഷാഫ്രീദി, ഹാരിസ് റൌഫ് പേസ് ജോഡിയിലുമാണ് പാകിസ്ഥാന്റെ പ്രതീക്ഷകൾ. കുട്ടി ക്രിക്കറ്റിലെ നേർക്കുനേർ കണക്കുകളിൽ മൃഗീയാധിപത്യമുണ്ട് ഇന്ത്യക്ക്. 13 മത്സരങ്ങളിൽ 10ലും ജയം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ബോയ്ക്കോട്ട് ആഹ്വാനങ്ങൾക്കിടയിലാണ് മത്സരം. എത്രയൊക്കെ വെറുമൊരു മത്സരമെന്ന് പറഞ്ഞാലും ഇരു ടീമിനെ സംബന്ധിച്ചിടത്തോളവും ഇത് വൈകാരികവും അഭിമാന പോരാട്ടവും. സ്പോർട്സ് ഡെസ്ക് 24. വയനാട്ടിൽ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി CPIM നീക്കം. DCC ട്രഷററായിരുന്ന NM വിജയന്റെ കുടുംബം ആവശ്യപ്പെട്ടാൽ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പറഞ്ഞു. പണം നൽകുന്നതുമായി കോൺഗ്രസ് നേതാക്കളുമായി ഉണ്ടാക്കിയ കരാർ ലംഘിച്ചുവെന്ന ആരോപണത്തിന് പിന്നാലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി നടത്തിയ സംഭാഷണം NM വിജയന്റെ കുടുംബം പുറത്തുവിട്ടു. കോൺഗ്രസ് കൈയൊഴിഞ്ഞാൽ CPIM സഹായിക്കും. NM വിജയന്റെ കുടുംബാംഗങ്ങളെ ആശുപത്രിയിലെത്തി കണ്ട ശേഷമായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജന്റെ പ്രതികരണം. കോൺഗ്രസുകാർ സഹായിക്കില്ല എങ്കിൽ, ആ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളാലാവുന്ന സഹായം ഞങ്ങൾ ചെയ്യും. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. കടം തീർക്കാനുള്ള പണം നൽകാമെന്ന കരാർ ലംഘിച്ച സാഹചര്യത്തിൽ ഇനി നേതൃത്വവുമായി ചർച്ചയില്ലെന്ന് NM വിജയന്റെ കുടുംബം. അഗ്രിമെന്റ് പ്രകാരം പറഞ്ഞേക്കുന്നത് ഒന്ന് ഈ വീട് വെക്കുന്ന സ്ഥലം, പിന്നെ ഒരു ഹൈല്യ ഫിനാൻസ് എന്ന് പറഞ്ഞൊരു ഇതെല്ലാം ഉണ്ടായിരുന്നു, അത് തീർത്ത് തരും, പിന്നെ ഒരു 25 ലക്ഷം രൂപയും തരാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം ആദ്യം വിളിച്ചാൽ ഫോൺ എടുക്കുന്നവർ ഇപ്പോൾ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാണ്ടായി. അതാണ് അതിൻ്റെ ഒരു അവസ്ഥയുള്ളത്. തർക്കം തുടരുന്നതിനിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായുള്ള ശബ്ദ സംഭാഷണം കുടുംബം പുറത്തുവിട്ടു. കൽപ്പറ്റ MLA T സിദ്ദിഖ് പറഞ്ഞ ഒരു കാര്യവും ഇതുവരെ നടന്നിട്ടില്ലെന്നും പാലിക്കാൻ വേണ്ടിയാണ് കരാറെന്നും ശബ്ദ സംഭാഷണത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ വാക്കിന് വിലയുണ്ടാകണം, നിജവും നിശ്ചയം വേണം. ഒരാളൊരു പരാതി പറഞ്ഞാൽ അത് കേൾക്കണം. നമ്മുടെ ഒരു പഴയ നിഷ്ഠയാണ്. അതില്ലാന്ന് ബോധ്യമാണെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ പറഞ്ഞു വരുന്നത്? നമ്മൾ ഭക്ഷണം നടക്കുന്നത്. KPCC നിർദ്ദേശപ്രകാരം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് NM വിജയന്റെ മരണത്തിൽ അന്വേഷണം നടത്തിയത്. പുറത്തുവന്ന സംഭാഷണത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് തിരുവഞ്ചൂരിന്റെ പ്രതികരണം. കുടുംബത്തോട് നീതി കാണിക്കണമെന്നാണ് താൻ നൽകിയ റിപ്പോർട്ടിൽ ഉള്ളതെന്നും തിരുവഞ്ചൂർ വ്യക്തമാക്കി. ഇനി ആ റിപ്പോർട്ടിനകത്തെ വിവരം ഞാനായിട്ട് പുറത്തു പറയുന്നത് ശരിയല്ല. അത് പുറത്തു വരണമെങ്കിൽ ആ റിപ്പോർട്ട് രഹസ്യമായി കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രഹസ്യമായി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുക്കേണ്ട റിപ്പോർട്ട് ആ യഥാസ്ഥലത്ത് കൃത്യമായി എത്തിച്ചിട്ടുമുണ്ട്. അതേസമയം പരസ്യ പ്രതികരണത്തിന് ഇല്ല എന്നാണ് ആത്മഹത്യ ചെയ്ത മുള്ളംകൊല്ലി വാർഡംഗം ജോസ് നെല്ലയിടത്തിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്. 24 വയനാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ചുരാചന്ദ്പൂരിൽ സുരക്ഷാസേനയും യുവാക്കളും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, കൂടുതൽ വിവരങ്ങൾ. അജീഷ്. റീജിത്ത്, ഇന്നാണ് ചുരാചന്ദ്പൂർ ജില്ലയിൽ വലിയ സംഘർഷം ഉടലെടുത്തത്. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തന്നെ അവിടെ ഈ കഴിഞ്ഞ ദിവസം സന്ദർശനത്തിന് മുന്നോടിയായിട്ട് തന്നെ വലിയ ബന്ധമൊക്കെ ആഹ്വാനം ചെയ്തിരുന്നു. അവിടുത്തെ സോമി ആദിവാസി വിഭാഗത്തിലെ യുവാക്കളാണ് അവിടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളും മറ്റും ഈ നശിപ്പിക്കുകയും മറ്റും ചെയ്തു. ഇതിനെ തുടർന്ന് പോലീസ് നിരവധി യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് ആ തടങ്കലിൽ പാർപ്പിച്ചിരുന്നു. ഇവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം നടന്നത്. ഈ പ്രതിഷേധത്തിന് സുരക്ഷാ സേന നേരിടുകയും ചെയ്തു. പിന്നീട് സുരക്ഷാ സേനയ്ക്കെതിരെ ഈ യുവാക്കൾ കല്ലെറിയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സംഘർഷം ഉടലെടുത്തത്. ഇപ്പോഴും അവിടെ ഏറ്റുമുട്ടലിന് സമാനമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രി ഇന്നലെ ഈ ചുരാചന്ദ്പൂറും അതിനുശേഷം ഇംഫാലിലും
വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം അസമിലേക്ക് മടങ്ങിപ്പോയിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ചുരാചന്ദ്പൂരിൽ വീണ്ടും ഒരു സംഘർഷം ഉടലെടുത്തത്. എന്തായാലും സുരക്ഷാ സേന ഈ പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അവിടെ നടത്തുന്നത്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയും വീഥികളെ അമ്പാടികളാക്കി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഗ്രാമനഗര മേഖലകളിലെല്ലാം വർണ്ണാഭമായ ശോഭായാത്ര നടക്കുകയാണ്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്കാണ് രാവിലെ മുതൽ അനുഭവപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, എവിടെയാണ് നിൽക്കുന്നത്? ശോഭായാത്രയിലെ മനോഹരമായ കാഴ്ചകൾ, പ്രതികരണങ്ങൾ. അലക്സ്. റിജിത്തെ, അക്ഷരാർത്ഥത്തിൽ, അതായത് ഇത് തിരുവനന്തപുരം നഗരമാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഈ നഗരവീഥികളെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ അമ്പാടിയാക്കിക്കൊണ്ടതാ മനോഹരമായ ദൃശ്യം നമുക്ക് കാണാം. അമ്പാടിയാക്കിക്കൊണ്ടതാ ഉണ്ണിക്കണ്ണന്മാർ ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. ഉണ്ണിക്കണ്ണന്മാർ മാത്രമല്ല, അവരുടെ ഗോപികാമാരുണ്ട്, കുചേലരുണ്ട്. അങ്ങനെ അത് ഒരു വലിയൊരു നിറങ്ങളുടെ ഒരു ഉത്സവം പോലെ അവരിങ്ങനെ വരുന്നുണ്ട്. ഭാരതാംബ നമുക്ക് കാണാം, കൊച്ചു കുഞ്ഞുങ്ങൾ കാണാം. റിജിത്തെ, കുരുന്നുകൾ, അതായത് മാസങ്ങൾ മാത്രം പ്രായമുള്ള കുരുന്നുകൾ വരെ ഉണ്ണിക്കണ്ണന്റെ വേഷമിട്ട് അമ്മമാരുടെ കൈകളിൽ ഇരിപ്പുണ്ട്. എത്ര മാസമായി? എത്ര വയസ്സാകുന്നു? ഒരു വയസ്സാകുന്ന കുഞ്ഞിനെയാണ് കാണുന്നത്. എന്താ കഴിക്കുന്നത്? അവൻ മയക്ക് പിടിച്ച് നോക്കുകയാണ്, കുശലം നോക്കുകയാണ്. റിജിത്ത്, അങ്ങനെ ഒരു വയസ്സായ കുഞ്ഞിനെയാണ് കണ്ടത്. ഇവിടെ ഞാൻ മറ്റൊരു ഉണ്ണിക്കണ്ണൻ. ഈ ഉണ്ണിക്കണ്ണൻ എത്ര മാസം ചേച്ചി? 6 മാസം. ചോറ് കൊടുത്തിട്ട് കൊണ്ടുവരികയാണ്. എന്താ അവന്റെ പേര്? റിജിത്ത്, ആ ദൃശ്യം കാണുക. 6 മാസമായ ഒരു ഉണ്ണിക്കണ്ണനാണ് നമ്മുടെ ദൃശ്യങ്ങളിൽ വന്നത്. മറ്റൊരു കാഴ്ച, നമ്മുടെ മറ്റു കുരുന്നുകൾ കൂടിയുണ്ട്. അവർ മുടങ്ങാതെ ഈ ശോഭായാത്രയുടെ ഭാഗമാകുന്ന കുരുന്നുകളാണ്. ചേട്ടാ, നമ്മൾ മുടങ്ങാതെ ഈ ശോഭായാത്രയുടെ ഭാഗമാകുകയല്ലേ അവർ? എല്ലാ വർഷവും കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷം അല്ലേ? മോൾക്ക് എന്താ സന്തോഷമായോ? ഇഷ്ടമാണോ ഇങ്ങനെ പോവാൻ? അവളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. അതെ. ഇത് ഈ ഓടക്കുഴൽ ഊതാൻ അറിയോ? ഒന്ന് ഒതുക്കി. അത്തരത്തിൽ റിജിത്ത്, ഇത്തരം കാഴ്ചകൾ കൂടിയുണ്ട്. അതായത് നഗരത്തിൽ മാത്രം 7 ഉപശോഭായാത്രകൾ ഉണ്ടായിരുന്നു വിവിധ ഇടങ്ങളിൽ നിന്ന്. അത് പാളയത്ത് ഈ ഉപശോഭായാത്രകൾ വന്ന് സംഗമിച്ച് മഹാശോഭായാത്രയായി പാളയത്ത് നിന്ന് ആരംഭിച്ച് പുത്തരിക്കണ്ടത്തേക്ക് പോവുകയാണ്. ആ വഴിയാണ് നമ്മൾ കാണുന്നത്. അവർ അങ്ങേയറ്റ ആഘോഷ തിമിർപ്പിലാണ്. അത് ഭക്തിക്കപ്പുറം ഈ കൃഷ്ണസ്തുതികൾ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനപ്പുറം ആളുകൾ ഒരു സന്തോഷവും അവരുടെ മുഖത്തൊരു ഒരു കൗതുകവും ഒക്കെ ഉണ്ട്. ഇത് കാണാൻ വേണ്ടി ഇങ്ങനെ 2 വശത്തും ആളുകൾ ഇങ്ങനെ തമ്പടിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഗോപികാമാരുടെ നൃത്തമുണ്ട്. ഗോപികാമാരുടെ നൃത്തം. ഈ നൃത്തമൊക്കെ പഠിച്ചതാണോ? പഠിച്ചതല്ല. ഗംഭീരായിട്ട്, എല്ലാവരും ഗംഭീരായിട്ട്. അത്തരത്തിലുള്ള റിജിത്ത് ഗോപികമാരുടെ നൃത്തം കാണുന്നുണ്ട്. ഈ ശോഭയാത്ര, ഈ മഹാശോഭയാത്ര തന്നെ പുറകിലേക്ക് അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അതിന് പുത്തരിക്കണ്ടത്തേക്ക് എത്തുന്നു. ഓവർബ്രിഡ്ജ് കഴിഞ്ഞ് പുത്തരിക്കണ്ടത്തേക്കുള്ള അതിന്റെ മുൻഭാഗം പുത്തരിക്കണ്ടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. റിജിത്ത്, പ്രധാനപ്പെട്ട കാര്യം, ഇത് തിരുവനന്തപുരം നഗരത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. നഗര ഗ്രാമീണ മേഖലയിലെല്ലാം സമാനമായി ഈ ശോഭയാത്ര ഇങ്ങനെ നടക്കുകയാണ്. ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് നഗര ഗ്രാമവീഥികളൊക്കെ. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിലെ ശോഭായാത്രയുടെ ദൃശ്യങ്ങൾ, മനോഹരമായ കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു അലക്സ് റാം മുഹമ്മദ്. ഇപ്പോഴൊരു കൊച്ചുകുട്ടിയുടെ ദൃശ്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനെ ഇടിച്ച് കൊലപ്പെടുത്തിയ കാർ ഓടിച്ച പാറശാല SHO P അനിൽകുമാറിനെതിരെ ഇന്ന് തന്നെ വകുപ്പുതല നടപടി ഉണ്ടായേക്കും. അനിൽകുമാറിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കും. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാഹനം ഓടിച്ചത് അനിൽകുമാറാണെന്ന് സ്ഥിരീകരിക്കുന്ന ചിത്രം 24 പുറത്തുവിട്ടിരുന്നു. 24 എക്സ്ക്ലൂസീവ്. കഴിഞ്ഞ സെപ്റ്റംബർ 7 പുലർച്ചെ 4-നും 5-നും ഇടയിലാണ് കിളിമാനൂരിൽ അജ്ഞാത വാഹനമിടിച്ച് വയോധികൻ രാജൻ മരിച്ചത്. അമിത വേഗത്തിൽ അലക്ഷ്യമായി ഓടിച്ച വാഹനം രാജനെ ഇടിപ്പിച്ച് തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയി എന്നായിരുന്നു കിളിമാനൂർ പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ട്. പിന്നീട് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ ദിവസങ്ങൾ കഴിഞ്ഞാണ് വാഹനം പാറശാല SHO P അനിൽകുമാറിന്റേതെന്ന് തിരിച്ചറിഞ്ഞത്. തന്റെ വാഹനമാണ് ഇടിച്ചതെന്നും ഇടിയേറ്റ് വീണയാൾ എഴുന്നേൽക്കുന്നത് കണ്ടുവെന്നും അതുകൊണ്ടാണ് വാഹനം നിർത്താതെ പോയതെന്നുമാണ് അനിൽകുമാറിന്റെ മൊഴി. വാഹനം ഓടിച്ചത് SHO തന്നെയെന്ന് സ്ഥിരീകരിക്കുന്ന തിരുവല്ലം ടോൾ പ്ലാസയിലെ ദൃശ്യങ്ങളും 24-ന് ലഭിച്ചു. വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീതി വേണമെന്ന് മരിച്ച രാജന്റെ സഹോദരി ബേബി ആവശ്യപ്പെട്ടു. ആശുപത്രിയിൽ എത്തിക്കാനുള്ള മര്യാദ പോലും കാണിച്ചില്ല.
അധികൃതർ അവഗണിക്കുന്നതായും കുടുംബം. പോലീസായിരുന്നാലും വേറെ ആരായിരുന്നാലും വന്ന് അത് തിരിച്ചു വന്ന് എവിടെയാണ് തട്ടല മുട്ടല ഉണ്ടാകും, നമുക്ക് ആശുപത്രി പോവാം എന്നുള്ളൊരു വാക്ക് പറയാതെ അവർ കളഞ്ഞിട്ട് പോയപ്പോൾ ഇതൊരു പാവപ്പെട്ട ഒരു കൊച്ചായതിനെ കൊണ്ട് അവർക്ക് എന്തും ചെയ്തിട്ട് അങ്ങ് പോവാമെന്നും പറഞ്ഞുകൊണ്ട് പോയി. അനിൽകുമാറിനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകും. തിരുവനന്തപുരം റൂറൽ SP റേഞ്ച് DAGക്ക് ഇന്ന് റിപ്പോർട്ട് നൽകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സൗത്ത് IG ആയിരിക്കും നടപടി സ്വീകരിക്കുക. 24 തിരുവനന്തപുരം. ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ സംഗമം തടയണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടി വിലക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജി. അതേസമയം ന്യൂനപക്ഷ സംഗമത്തെ താമരശ്ശേരി രൂപതാ ബിഷപ്പ് റെമജിയോസ് ഇഞ്ചനാനിയൽ സ്വാഗതം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് VC അജികുമാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. അയ്യപ്പ സംഗമ നടപടികളിൽ നിന്ന് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും വിലക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ PS മഹേന്ദ്രകുമാറും സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ബോർഡിനെ മറയാക്കി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സർക്കാർ നടത്തുന്ന പരിപാടിയാണ് സംഗമം. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ നടത്തുന്ന പരിപാടികൾക്ക് ദേവസ്വം ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ലെന്നും ഹർജിയിൽ പറയുന്നു. അതേസമയം സംഗമത്തിനായി പമ്പയിലേക്കുള്ള റോഡുകളുടെ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി ഉദ്യോഗസ്ഥരെ ഉടൻ പമ്പയിൽ വിന്യസിക്കും. ഇതിനിടെ ന്യൂനപക്ഷ സംഗമത്തെ സ്വാഗതം ചെയ്ത് താമരശ്ശേരി രൂപത രംഗത്തെത്തി. നേരത്തെ ന്യൂനപക്ഷ സംഗമത്തെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി വിമർശിച്ചിരുന്നു. ന്യൂനപക്ഷ സംഗമത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് ജോസ് കെ മാണി പ്രതികരിച്ചില്ല. 24 തിരുവനന്തപുരം. JCL എറണാകുളം പ്രസ് ക്ലബ്ബ് ജേതാക്കൾ 9 വിക്കറ്റിന് തിരുവനന്തപുരത്തെ തകർത്തു. രഞ്ജു മത്തായിയും അഭിലാഷും ചേർന്നുള്ള മികച്ച കൂട്ടുകെട്ടാണ് അവസാന ഓവർ വരെ നീണ്ട മത്സരത്തിൽ എറണാകുളത്തിന് വിജയം സമ്മാനിച്ചത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞു നിന്ന ഫൈനൽ പോരാട്ടം, രഞ്ജു മത്തായിയുടെ മിന്നും പ്രകടനം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരവുമാണ്. എന്താണ് മത്സരവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പറയൂ സുർജിത്ത്. തീർച്ചയായും റിജിത്ത്, അതൊരു ഗംഭീര മത്സരമായിരുന്നു. ഫൈനൽ എന്ന് പറഞ്ഞാൽ അത് ഗംഭീര ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാം. നമ്മുടെ രഞ്ജു മത്തായി അടക്കം എറണാകുളത്തിന് വേണ്ടി ബാറ്റ് ചെയ്തി മികച്ച പ്രകടനം, വളരെ ആവേശകരമായ പ്രകടനം. ആ പ്രകടനത്തിനൊടുവിൽ തിരുവനന്തപുരം സ്ട്രൈക്കേഴ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ എറണാകുളം പ്രസ് ക്ലബിന്റെ ടീം വിജയിച്ചിരിക്കുന്നത്. അത് വലിയ ഒരു വിജയം തന്നെയാണ്. 85 റൺസിനെ മറികടന്നത്. അത് അവസാന നിമിഷം വരെ ഉദ്വേഗം നിറഞ്ഞു നിന്ന മത്സരം തന്നെയായിരുന്നു. ആ മത്സരത്തിൽ വളരെ വാശിയേറിയ മത്സരം. ആ മത്സരത്തിനൊടുവിൽ അവരുടെ വിജയാഹ്ലാദം കാണുക, അത്രമേൽ ആഹ്ലാദം. കാരണം അത് ഒരു ചരിത്രത്തെയാണ് അട്ടിമറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ജേതാക്കളായിരുന്നത് തിരുവനന്തപുരമായിരുന്നു. എന്നാൽ ഇത്തവണ ചരിത്രം മാറി. ചരിത്രം എറണാകുളത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ്. പത്രപ്രവർത്തക യൂണിയൻ സംഘടിപ്പിച്ച ജേർണലിസ്റ്റ് ക്രിക്കറ്റ് ലീഗിൽ അതിൽ ചരിത്രം പിറന്നിരിക്കുന്നു. പ്രസ് ക്ലബിന്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള ഷനിൽ നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് കഴിഞ്ഞ വട്ടം കൈവിട്ട് പോയ ഞങ്ങളുടെ കിരീടം ഇത്തവണ പിടിക്കുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഞങ്ങൾ ചുരം കയറിയത്. ഞങ്ങൾ എങ്ങനെ അവിടുന്ന് എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്നോ അത് കിരീടമായി പോകുമെന്ന് ഉറച്ചു. ഞങ്ങളുടെ കുട്ടികൾ കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു. നമ്മുടെ രഞ്ജുമത്തായി അബി മുന്നോട്ട് വരൂ. അബി മികച്ച പ്രകടനം ഈ ടൂർണമെന്റിലുടനീളം കാഴ്ചവെച്ച അബി, നമ്മുടെ രഞ്ജുമത്തായി എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മത്സരം തന്നെ ഞങ്ങൾക്ക് കിട്ടിയത്, പ്രേക്ഷകർ ഞങ്ങൾക്ക് കിട്ടിയത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ചാനൽ എല്ലാവർക്കും അറിയാം ഞാൻ എത്രത്തോളം ഇതിനു വേണ്ടി വർക്ക് ചെയ്തു എന്നുള്ളത്. എൻ്റെ ഫാമിലി എല്ലാവരും സഫർ ചെയ്തു. അതിൻ്റെ നേട്ടം കിട്ടി. എറണാകുളം കഴിഞ്ഞ തവണ തിരുവനന്തപുരത്ത് കരഞ്ഞിട്ടാണ് പോകുന്നത്, പക്ഷെ ഇത്തവണ ഞങ്ങൾ കപ്പെടുത്തിട്ടാണ് പോകുന്നത്. രഞ്ജുവിന്റെ കുടുംബമടക്കം ഇവിടേക്ക് എത്തിയിരുന്നു അല്പസമയം മുമ്പ്. എന്തായാലും രഞ്ജു അവർക്കൊരു വാക്ക് കൊടുക്കുന്നത് ഞാൻ കേട്ടതാണ്. അത് എന്തായാലും വിജയിക്കുമെന്ന് തന്നെയായിരുന്നു. ആ വിജയം സംഭവിച്ചു എന്നുള്ളതാണ്. അബി മാൻ ഓഫ് ദ സീരീസ് ആകാൻ സാധ്യതയുള്ള ആൾ. എന്തായാലും നല്ല സീരീസ് ആണ് എന്ന് എന്താണ് പറയാനുള്ള അബിക്ക്? ടീം എന്റെ കൂടെ കൂടി ഞങ്ങളെല്ലാം ഫയറായി, അത് കത്തിക്കേറി കപ്പെടുത്ത്. എന്തായാലും ഈ വലിയ രീതിയിലുള്ള ഒരു ആഹ്ലാദം ഇവരുടെ ആഹ്ലാദം. എന്തായാലും 3 ദിവസമായി ഇവിടെ നടന്നിരുന്ന ഈ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ, KCAയുടെ കീഴിലുള്ള സ്റ്റേഡിയത്തിൽ വളരെ വാശിയേറിയ മത്സരം തന്നെയായിരുന്നു നടന്നിരുന്നത്. ഓരോ പ്രസ് ക്ലബ്ബുകളും വാശിയേറിയ മത്സരമാണ് കാഴ്ചവെച്ചത്. ആ മത്സരത്തിലൊടുവിൽ എറണാകുളം വിജയ കിരീടം നേടിയിരിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഈ സമ്മാനദാന ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ്. എന്തായാലും എറണാകുളത്തെ സംബന്ധിച്ച് ഒരു ചരിത്രം അട്ടിമറിച്ചതിന്റെ ആവേശം എറണാകുളത്തെ സംബന്ധിച്ചുണ്ട്. ആ ആവേശം നമുക്കിവിടെ കാണാനും കഴിയുന്നുണ്ട്. റീജിത്ത്,
ശരി, സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. JCL-ൽ എറണാകുളം പ്രസ് ക്ലബ്ബ് ജേതാക്കളായിരിക്കുന്നു. 9 വിക്കറ്റിന് തിരുവനന്തപുരത്തെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. ഇനി കാലാവസ്ഥാ റിപ്പോർട്ട് കാണാം. വാർത്താസന്ധ്യ പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.